മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം. മരണം 158. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. 158 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചതു മുതൽ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. മുണ്ടക്കയിലെ തകർന്ന വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ പ്രദേശത്ത് നിലവിൽ 4 വീടുകളിൽ നിന്ന് 8 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കസേരയിൽ ഇരുന്ന അവസ്ഥയിൽ പോലും മൃതദേഹങ്ങൾ ഉണ്ടെന്നതാണ് ദയനീയമായ കാഴ്ച. എന്നാൽ തകർന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് ഏറെ ദുഷ്കരമാണെന്നാണ് ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. വടം കെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂരകൾ മാറ്റുന്നത്. മുണ്ടക്കയിൽ മാത്രം 400-ലധികം വീടുകൾ പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ ഉണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 30ഓളം വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ബാക്കിയുള്ളത്. ഉരുൾപൊട്ടലിന് പിന്നാലെ 200-ലധികം പേരെ കാണാനില്ലെന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ 98 പേരെ കാണാനില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തുടർന്ന് 20 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം ഇന്നലെ രാത്രിയോടെയാണ് അവസാനിച്ചത്. ദുരിതബാധിതർക്കായി ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 5748 പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്.